യുക്രൈനിൽ ആക്രമണം തുടരുന്ന റഷ്യക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ. റഷ്യയെ അടിമുടി തകർക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, US പ്രസിഡന്റ് ട്രംപും റഷ്യയെ അടിമുടി തകർക്കാനുള്ള പരിശ്രമങ്ങളിലുമായി മുന്നിട്ടിറങ്ങിയിരുന്നു. റഷ്യയോട് സഹകരണം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഭീഷണി നൽകിക്കൊണ്ടാണ് ട്രംപ് അത്തരത്തിലൊരു നെറികെട്ട കളികൾ കളിച്ചത്. റഷ്യയോട് സൗഹൃദം സ്ഥാപിച്ച ഇന്ത്യക്ക് പോലും ട്രംപിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭീഷണിയിൽ വീഴുന്നതല്ല ഇന്ത്യ. കൂടാതെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ നൽകാവുന്ന പരമാവധി വില ബാരലിന് $47.6 ആക്കി കുറച്ചു. 2022 G7 ഉപരോധ പ്രകാരം ബാരലിന് $60 ആയിരുന്നു പരമാവധി വില. റഷ്യയുടെ ഇന്ധന ഊർജ്ജ വ്യവസായത്തെയും ധനകാര്യ സംവിധാനത്തെയും ഞെരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നടപടി. യൂറോപ്പ് റഷ്യക്കെതിരെ ചുമത്തുന്ന ഏറ്റവും കടുത്ത ഉപരോധമാണിതെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കായ കാലസ് വ്യക്തമാക്കി. റഷ്യയുടെ എണ്ണക്കപ്പലുകൾ, നോർഡ് സ്ട്രീം വാതക പൈപ്പ് ലൈൻ ഇടപാടുകൾ എന്നിവയ്ക്കും പുതിയ വിലക്ക് ബാധകമാണ്. എന്നാൽ ഇതുവരെയുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്ന് ഇന്ധന വ്യാപാരം നടത്തുന്നതിൽ റഷ്യ വിജയിച്ച സാഹചര്യത്തിൽ പുതിയത് നടപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമല്ല. എണ്ണവില പരിധി താഴ്ത്തുന്ന നടപടിയോട് US യോജിച്ചിട്ടുമില്ല. അതേസമയം റഷ്യക്കെതിരായ ഏകപക്ഷീയ ഉപരോധത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ഉത്തരവാദിത്തമുള്ള രാജ്യമാണ്. കൂടാതെ നിയമപരമായ ബാധ്യതകളോട് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധവുമാണ്. പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അതീവ പ്രാധാന്യമുള്ള ഉത്തരവാദിത്തമായി ഇന്ത്യ കണക്കാക്കുന്നു. പാടില്ലെന്ന് ഞങ്ങൾ ഊന്നി പറയുകയാണ്, പ്രത്യേകിച്ച് ഊർജ്ജ വ്യാപാരത്തിന്റെ കാര്യത്തിൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഗുജറാത്തിലെ റിഫൈനറിക്കും ഉപരോധം ബാധകമാകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഭയക്കുന്നോ? റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയില്ലെങ്കിൽ 10% അധിക നികുതി ചുമത്തുമെന്ന US ഭീഷണി ഭാരതം ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിൽ കൂടെ കളഞ്ഞു. രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങും? അതിന് സ്വാതന്ത്ര്യം ഭാരതത്തിനുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് തുറന്നടിച്ചത് ഇങ്ങനെയാണ്. ഫസ്റ്റ് പോസ്റ്റ് MD പാൽക്കി ശർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് കേന്ദ്രമന്ത്രി ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഭാരതത്തിന് സമ്മർദ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല, ഭാരതത്തിന്റെ എണ്ണ ഇറക്കുമതി സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് 4-5 രാജ്യങ്ങളിൽ നിന്നായിരുന്നു എണ്ണ വാങ്ങിയിരുന്നത്. ഇന്ന് 27 രാജ്യങ്ങളിൽ നിന്നാണ്. പ്രധാനമന്ത്രിക്ക് രാജ്യത്തോടാണ്, ജനങ്ങളോടാണ് പ്രതിബദ്ധത. 10-11 കൊല്ലം കൊണ്ട് ആഗോള ഊർജ്ജ വിപണിയിലെ വളർച്ചയിൽ 16% ഭാരതത്തിന്റെ സംഭാവനയാണ്. 2 പതിറ്റാണ്ടിനുള്ളിൽ വളർച്ചയുടെ 25% ഭാരതത്തിൻ്റെതാകും. ഉക്രൈൻ യുദ്ധത്തോടെ റഷ്യയിൽ നിന്ന് ഭാരതം എണ്ണ വാങ്ങുന്നത് വർദ്ധിച്ചു. ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാവുന്നതാണ്. രാജ്യത്ത് ദിനംപ്രതി എണ്ണ ഊർജ്ജ ആവശ്യകത വർദ്ധിച്ചു വരുന്നു. ഇന്ത്യ എണ്ണ ആവശ്യകതയുടെ ഏകദേശം 80 മുതൽ 85% ഇറക്കുമതിയിലൂടെ നിർവഹിക്കുന്നു എന്നതാണ് സത്യം. അതിനാൽ തന്നെ പലപ്പോഴും ആഗോള എണ്ണവില ചാഞ്ചാട്ടങ്ങൾ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിനെ വലിയ തോതിൽ ബാധിക്കാറുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ആഗോള വില താഴ്ന്നിരിക്കുമ്പോൾ റിസർവുകൾ നിറയ്ക്കുന്നത്. ഇത് ആഗോള വിപണിയിലെ താൽക്കാലിക വിലക്കയറ്റങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. നിലവിൽ 3 പുതിയ എണ്ണ റിസർവുകൾ നിർമ്മിക്കാനുള്ള നീക്കവും സർക്കാർ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ ഇടപാടുകൾക്ക് കടുത്ത ഉപരോധമുണ്ട്. യൂറോപ്യൻ യൂണിയൻ, US എന്നിവരുടെ നിയന്ത്രണങ്ങളിലാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എന്നാൽ ആദ്യം മുതൽ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നു. ഇന്ത്യക്ക് ആഗോള നിരക്കിലും കുറഞ്ഞ നിരക്കിലുമാണ് ഇന്നും മോസ്കോ എണ്ണ നൽകുന്നത്. US നിരോധനങ്ങളും താരിഫ് ഭീഷണികളും അവഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചെന്നാണ് ജൂണിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇറക്കുമതി ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലം ഹോർമുസ് കടലിടുക്കിലുണ്ടായ അനിശ്ചിതത്വങ്ങളാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ റിഫൈനർമാർ റിസർവുകൾ ഫിൽ ചെയ്തിരുന്നു. ആഗോള ചരക്ക് ട്രാക്കിംഗ് സ്ഥാപനമായ കെപ്ലറിന്റെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്ന് പ്രതിദിനം 2.08 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ആഗോള സംഘർഷങ്ങളെ തുടർന്ന് എണ്ണവില ഉയർന്നിരിക്കുകയാണിത്. അതിനാൽ തന്നെ ഉപരോധങ്ങളുടെ ഭാഗമായ $60 ക്യാപ് മറികടന്നുവോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. 2024 ജൂലൈ മുതലുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ റഷ്യയാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ പങ്കാളി. ഇറാഖ്, സൗദി അറേബ്യ എന്നിവർ പിന്നീട് വരുന്നു. വർഷങ്ങളായി മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ എണ്ണക്കലവറ. അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ ആശ്രയത്വം കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.